സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെൻഡേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഗ്രാമറിൻ്റെ നമ്മൾ നൗൺ വരെ എത്തിയായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ജെൻഡേഴ്സാണ്. മലയാളത്തിൽ ലിംഗങ്ങളെന്ന് പറയും. അപ്പോൾ ഏതൊക്കെ ജെൻഡേഴ്സാണുള്ളത്? 4 ടൈപ്സ് ആണ് ജെൻഡേഴ്സ് ഉള്ളത്. ഏതൊക്കെയാണ്? മസ്കുലിൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, കോമൺ ജെൻഡർ ആൻഡ് ന്യൂട്ടർ ജെൻഡർ. ഒന്നുകൂടി പറയാം. മസ്കുലിൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, കോമൺ ജെൻഡർ ആൻഡ് ന്യൂട്ടർ ജെൻഡർ. സോ വാട്ട് ഈസ് മസ്കുലിൻ ജെൻഡർ? പുല്ലിംഗം എന്ന് മലയാളത്തിൽ പറയും അല്ലേ? പുല്ലിംഗം, സ്ത്രീലിംഗം, അതെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. പുല്ലിംഗം, സ്ത്രീലിംഗം. മസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത് ഓൾ നെയിംസ് ഓഫ് മെയിൽ പേഴ്സൺസ് or animals are of the masculine gender. Example: boy, son, man, dog, lion, king, etc. അല്ല, എല്ലാ മെയിൽ പേഴ്സൺ അല്ലെങ്കിൽ മെയിലായിട്ടുള്ള ആനിമൽസിൻ്റെ അതൊക്കെ ഏതിൽ പെടുന്നതാണ്? ഏത് വർഗത്തിൽ പെടുന്നതാണ്? പുല്ലിംഗത്തിൽ പെടുന്നതാണ് അല്ലേ? അതായത് മസ്കുലിൻ ജെൻഡറിൽ പെടുന്നതാണ്. എല്ലാ പുരുഷനായിരിക്കണം എന്നേ ഉള്ളൂ. അതായത് ആൺവർഗത്തിൽപ്പെട്ട എല്ലാത്തിനെയും നമ്മൾ മസ്കുലിൻ ജെൻഡറിലാണ് പെടുത്തുന്നത്. പിന്നെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? ഫെമിനൈൻ എന്ന് പറയുമ്പോൾ ഫീമെയിൽ. അപ്പോൾ ഓൾ നെയിംസ് ഓഫ് ഫീമെയിൽ പേഴ്സൺസ് ഓർ ആനിമൽസ് ആർ ഓഫ് ദ ഫെമിനൈൻ ജെൻഡർ. ഫോർ എക്സാമ്പിൾ, മദർ, ഗേൾ, വൈഫ്, എക്സെട്ര. ഇതൊക്കെ സ്ത്രീലിംഗത്തിൽ പെടുന്നതാണ്. ഓൾ നെയിംസ് ഓഫ് ഫീമെയിൽ പേഴ്സൺസ് ഓർ ആനിമൽസ് ആർ ഓഫ് ദ ഫെമിനൈൻ ജെൻഡർ. നെക്സ്റ്റ് ഇസ് കോമൺ ജെൻഡർ. വാട്ട് ഈസ് കോമൺ ജെൻഡർ? മലയാളത്തിൽ സാമാന്യലിംഗം എന്ന് പറയും. സാമാന്യലിംഗം. നെയിംസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ഓഫ് ദ കോമൺ ജെൻഡർ. അതായത് ചില പെർട്ടിക്കുലർ ഇത് പറയുമ്പോൾ വാക്ക് പറയുമ്പോൾ നമുക്ക് അത് ഫീമെയിലിനെ ഉൾപ്പെടുത്താം, മെയിലിനെ ഉൾപ്പെടുത്താൻ പറ്റും അല്ലേ? മെയിലും ഫീമെയിലും ഉൾപ്പെട്ട ഇതാണ്. അതിന് ഫോർ എക്സാമ്പിൾ ചൈൽഡ് എന്ന് പറയുന്നു. അതിൽ ഗേൾ ചൈൽഡ് ആണോ ബോയ് ചൈൽഡ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. 2 ഗ്രൂപ്പിലുള്ള ആൾക്കാരും പെടും അല്ലേ? അതുപോലെ തന്നെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഗേൾ ആവാം, ബോയ് ആവാം. സോ ഇവർ രണ്ടുപേരും അതൊരു കോമൺ ജെൻഡറാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ, ന്യൂട്ടർ ജെൻഡർ. മലയാളത്തിൽ അതിന് നപുംസക ലിംഗം എന്ന് പറയും. നപുംസക ലിംഗം. ന്യൂട്ടർ ജെൻഡർ, നപുംസക ലിംഗം. All inanimate things are said to be in the neuter gender. അതായത് ജീവനില്ലാത്ത ഏതൊരു വസ്തുവും ന്യൂട്ടർ ജെൻഡറിലാണ് പെടുന്നത്. എക്സാമ്പിൾ ടേബിൾ ആൻഡ് ചെയർ എക്സെട്ര. ഇത് ഇപ്പോൾ TV, ഇതൊക്കെ എന്താണ്? ന്യൂട്ടർ ജെൻഡറാണ് അല്ലേ? ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ ഏതിലാണ് പെടുന്നത്? ന്യൂട്ടർ ജെൻഡറിലാണ് പെടുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മസ്കുലിൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, കോമൺ ജെൻഡർ ആൻഡ് ഫോർത്ത് വൺ ഇസ് ന്യൂട്ടർ ജെൻഡർ. Clear? That's all.